ഉത്തര കേരളത്തിൻ്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വടുകുന്ന ശിവക്ഷേത്ര തടാകത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങിൽ പൂരംകുളി നടന്നു. ആയിരങ്ങളാണ് തടാകക്കരയിൽ രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നത്. കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെ 9 ദിവസങ്ങളിലായി നടന്ന പൂരോത്സവത്തിന് സമാപനം കുറിച്ചാണ് രാവിലെ 7 മണിയോടെ മാടായിക്കാവിൽ നിന്നും തെക്കിനാക്കി കോട്ടയിലേക്ക് വിഗ്രഹം എഴുന്നള്ളിച്ച് വിവിധ ചടങ്ങുകളോടെ പൂരംകുളി നടക്കുന്ന തടാകത്തിലെ മണിദ്വീപിലേക്ക് വാദ്യമേളങ്ങളോടെ എത്തിച്ചേർന്നത്. 9 മണിയോടെ ആയിരങ്ങളെ സാക്ഷിയാക്കി മാടായിക്കാവിലമ്മയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്തു. ദർശിക്കാനായി രാവിലെ മുതൽ തന്നെ തടാകത്തിന് ചുറ്റിലും ജനങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു. മാടായി തിരുമുറകാട്ടുകാവിലെ പൂരോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് മാടായിപ്പാറയിലെ പ്രകൃതിയുടെ വരദാനമായ വടുകുന്ന തടാകത്തിൽ മാടായിക്കാവിലമ്മയുടെ പൂരംകുളി നടക്കുന്നത്. പൂരംകുളി ദർശിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ മുതൽ വടുകുന്ന തടാകക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഈ കടുത്ത ചൂടിലും മാടായിക്കാവിലമ്മയുടെ അനുഗ്രഹം തേടിയിട്ടാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. ഉത്തര കേരളത്തിലെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ വടുകുന്ന തടാകം ഒരുപക്ഷെ പ്രകൃതിയുടെ ഈ കടുത്ത ചൂടിലും സമുദ്രനിരപ്പിൽ നിന്ന് 110 അടി ഉയരത്തിലാണ് വടുകുന്ന തടാകം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും മാടായിക്കാവിലമ്മയുടെ ആറാട്ടിനായി പൂരംകുളിക്കായി വടുകുന്ന തടാകം നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000 ഇന്ന് ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, M. വിജിൻ MLA, BJP സ്ഥാനാർത്ഥി AV സനിൽ എന്നിവരും പൂരംകുളി സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.